ഹലോ, വെൽക്കം ടു ഈ പഠിപ്പുര. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്ന ഒരു യൂണിഫോം പോസ്റ്റ് അല്ലെ? കേരള പോലീസിൽ SI വീണ്ടും വിളിച്ചിരിക്കുന്നു. വലിയൊരു അവസരമാണ്. നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയാലോ? കാറ്റഗറി നമ്പർ പരിശോധിക്കാം. 572/2023 574/2023. ഇത് കേരള പോലീസ് ആണ്. കേരള PSCയുടെ വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാം ശരിയാണ്. പക്ഷേ ഇതിനകത്ത് കേരള സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിൽ കൂടി ഇതിനകത്ത് ട്രെയിനിങ് ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാറ്റഗറി രണ്ടെണ്ണം കൊടുത്തിരിക്കുമ്പോൾ നമുക്കൊരു സംശയമുണ്ട് എന്താണെന്നുള്ളത്. നമുക്ക് നോക്കി കളയാം. SI തന്നെയാണ് പോസ്റ്റ്. ശമ്പളം വരുന്നത് എത്രയാന്ന് നോക്കാം. ശമ്പളം 45,600 മുതൽ 95,600 വരെയുള്ള ഒരു സ്കെയിലാണ്. തുടക്കം 45,600 തന്നെയാണ്. പിന്നെ എന്താണ്, ഒഴിവുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ ഇത് പ്രതീക്ഷിത ഒഴിവുകളാണ്, ആന്റിസിപ്പേറ്റഡ് ആണ്. കൃത്യമായ ഒഴിവുകൾ നൽകിയിട്ടില്ല. നമ്മളുടെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അപ്പോൾ നമുക്ക് ഈ കാറ്റഗറിയുടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. 572/2021 കാറ്റഗറി എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, ഓപ്പൺ മാർക്കറ്റ് ആണ്. എന്നാൽ 73/2023 എന്ന് പറയുന്ന കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോലീസിലോ വിജിലൻസിലോ എന്താണ് നിങ്ങൾക്ക് ബിരുദമുള്ള ഡിഗ്രി ഉള്ള മിനിസ്ട്രിയൽ ജീവനക്കാരോ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടോ ഇല്ലെങ്കിൽ എന്താണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നീ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്, അതും 2 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, പൂർണ്ണമായി ഡ്യൂട്ടി പൂർത്തീകരിച്ച ആൾക്കാർക്ക് ഈ പറയുന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. ഇനി കാറ്റഗറി 574/2023 ആണെങ്കിലോ ഈ പറഞ്ഞ പോലെ പോലീസോ വിജിലൻസ് വകുപ്പിലോ നിങ്ങൾ ഡിഗ്രി ഉള്ള കോൺസ്റ്റബിളോ ഹെഡ് കോൺസ്റ്റബിളോ എന്താണ് ഇല്ലെങ്കിൽ സമാനമായ തസ്തികയിൽ ഈ ഹെഡ് കോൺസ്റ്റബിൾ സമാനമായ എന്തെങ്കിലും പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെ 2 വർഷത്തെ കാര്യം പറയുന്നില്ല. അങ്ങനെ 3 കാറ്റഗറിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും? ഇല്ല, ഓപ്പൺ കാറ്റഗറിയിൽ ഒന്നേ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. ഒരൊറ്റ സമയത്ത് എന്താണ് ഒരു കാറ്റഗറിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാ കാറ്റഗറിയിലും ഒരുമിച്ച് പറ്റത്തില്ല. ഇനി 3 കാറ്റഗറിക്ക് 3 പ്രായപരിധിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. കാറ്റഗറി 1 ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും 20 മുതൽ 31 വയസ്സ് വരെയാണ്. 18 to 36 എന്നുള്ള ബാർ ഇവിടെ ഇല്ല, 20 മുതൽ 31 വരെയാണ്. എന്നാൽ 2003 ജനുവരി 1 വരെ ഇല്ലെങ്കിൽ 1992 ജനുവരി 2 വരെ, ഈ 2 ഡേറ്റിനുള്ളിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർ, ഈ 2 തീയതികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ കാറ്റഗറി 2 ആണ് എന്താ പറയുക, മിനിസ്ട്രിയൽ വിഭാഗം ആണെങ്കിൽ എന്താണ് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഓൾറെഡി സർവീസിലുള്ളവരായതുകൊണ്ടാണ്. പക്ഷെ 36 വയസ്സ് തികയാൻ പാടില്ല, അതിന് ഒരു ദിവസങ്ങളിൽ കുറവായിരിക്കണം. പിന്നെ കാറ്റഗറി 3 ആണെങ്കിലോ ഈ പറയുന്ന നമ്മളുടെ എന്താണ് 36 വരെ പറ്റും, 36-നുള്ളിൽ നിൽക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 2024 ഈ പ്രായം കണക്കൂട്ടുന്നത്. ഈ വർഷം കഴിഞ്ഞു പോയ ജനുവരി 1 2021 ജനുവരി 1-നാണ് നിങ്ങൾക്ക് 36 തികയാതിരിക്കേണ്ടത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഒരൊറ്റ ഇതിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എല്ലാ വിഭാഗങ്ങളിലും ഇല്ലെങ്കിൽ എന്നാൽ 2 വിഭാഗങ്ങളും ഒരുമിച്ച് അപേക്ഷിക്കാൻ സാധിക്കില്ല. അത് പ്രത്യേകമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. അങ്ങനെ ഒരു സംശയമുണ്ട് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്ന ബിരുദമാണ്. ബിരുദവും തതുല്യ യോഗ്യതയും പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ ശാരീരിക ക്ഷമതയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വിശദമായി വായിക്കുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കണ്ണു പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ നൽകിയിട്ടുണ്ട്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ നമ്മളുടെ ഈ പറയുന്ന വ്യത്യസ്തമായ വിഭാഗത്തിന് സ്ത്രീ പുരുഷ വിഭാഗങ്ങൾക്കുള്ള എന്താണ് ഫിസിക്കൽ എൻഡ്യൂറൻസിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ കേരള PSCയുടെ തുളസി എന്ന് പറയുന്ന കയറി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. യൂസർ ID പാസ്വേഡ് കൊടുത്ത് നോട്ടിഫിക്കേഷൻ പോയി അപ്ലൈ എന്ന ലിങ്ക് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് മൈ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് അതിന്റെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് കൈവെക്കുക. ഭാവിയിൽ ആവശ്യം വരും. അതുപോലെ എന്താണ് ഇതൊരു നോട്ടിഫിക്കേഷൻ മാത്രമാണ്. ഇനി പരീക്ഷാ ഷെഡ്യൂളും സിലബസും പ്രത്യേക നോട്ടിഫിക്കേഷൻ ആയിട്ട് എക്സ്ട്രാ വരുന്നതായിരിക്കും, അത് നിങ്ങൾ നോക്കണം. പിന്നെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ മറക്കരുത്. ലിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാങ്ക് പോലെയല്ല, നിങ്ങളുടെ ഒഫീഷ്യൽ ഐഡന്റിഫിക്കേഷൻ ID ആയിട്ട് ഇനി PSCക്ക് നിങ്ങൾ ആധാറും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. തെറ്റായ രീതിയിൽ ഒരു വിവരങ്ങളും കൊടുക്കാതിരിക്കുക, അയോഗ്യമായി പോകും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഇനി ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 31/1/2022 വരുന്ന ജനുവരി 31-ാം തീയതിയാണ്. രാത്രി 12 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതുവരെ നോക്കിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ. കാരണം ഇത് മികച്ച അവസരമാണ്. ഒരു യൂണിഫോമിൽ ഒരു SI ഒക്കെ സ്വന്തം നാട്ടിൽ വന്നിറങ്ങാന്നുള്ള നമ്മുടെ പലരുടെയും ഒരു സ്വപ്നമാണ്. അത് ഇപ്പോഴെങ്കിലും സാധിച്ചെടുത്തോളൂ. ഇനി കോമ്പറ്റീഷൻ കൂടും. അപ്പം മറക്കണ്ട, ഈ പഠിപ്പുരയിൽ ഇതുപോലുള്ള ഒത്തിരി നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ എന്താണ് വിവരങ്ങളും പരീക്ഷയുടെ നോട്ട്സും ക്വസ്റ്റൻ ആൻസർസും എല്ലാം വന്ന് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക, അതുപോലെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നല്ലൊരു ദിവസം. ബൈ, കാണാം.